അല്ല അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വീട്ടിലെ ടി വി താങ്കൾ അടിച്ചു പൊട്ടിക്കും. ഫോൺ ഞാൻ തുറക്കുമ്പോൾ ദിലീപേട്ടന്റെ മോഹം കണ്ടാൽ അപ്പൊ തന്നെ ഈ ഫോൺ അടിച്ചു പൊട്ടിക്കാൻ തയ്യാറാവുമോ? ലാലേട്ടൻ നമ്മുടെ ജനപ്രിയ നായകന്റെ മുകളിലാണ് ലാലേട്ടൻ. നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? തള്ളി പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാമല്ലോ. അയാൾ ഒരു തെറ്റുകാരനാണ്, നമുക്ക് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാരനാണ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ബെറ്റർ സിനിമയാണ്, നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. വിവാദങ്ങൾ ഇതിനകത്ത് പെടുത്തുകയും ചെയ്യാം. വിവാദമായിട്ട് ഒരാളും തിയേറ്ററിൽ വന്നൊരു സിനിമ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ദിലീപേട്ടന്റെ റേഷനരി, മണ്ണെണ്ണ, പഞ്ചസാര, പെട്രോൾ, ഡീസൽ, കാറ്, വീട്, കറണ്ട് ബില്ല് എല്ലാം കട്ട് ചെയ്ത് കളാം. അയാൾ അങ്ങ് വീട്ടിൽ ഇരുന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ അങ്ങനെയാണെങ്കിൽ ജിഷ വധക്കേസിലെ പ്രതി നിരപരാധിയല്ലേ? കോടതി ശിക്ഷിച്ചതാണ്, അതിന് അപ്പീൽ പോവാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സിനിമയായിട്ട് കാണുക, വേറെ ഒന്നും പറയാനില്ല. കോടതി കുറ്റക്കാരനല്ലാന്ന് വിധിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള സെഷൻസ് കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അവിടെ അപ്പീൽ പോയതിനു ശേഷം അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ മുന്നിൽ തെറ്റുകാരനാവും. അതുവരെ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, സേവ് ചെയ്ത് ഞാൻ പറയുന്നത് ആ ദിലീപേട്ടന്റെ മണ്ണെണ്ണയും അരിയും പെട്രോളും പഞ്ചസാര ഇതെല്ലാം കട്ട് ചെയ്യുക. അയാൾ വീട്ടിൽ ഇരിക്കുക. അയാൾ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കരുത്. കാരണം തെറ്റുകാരനാണല്ലോ. ഇത് ഫേക്ക് ന്യൂസാണ്. ഇത് പബ്ലിസിറ്റി നേടുക എന്നുള്ളതാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പിന്മാറും, എല്ലാവരും മാറി പറയും. മനുഷ്യൻ ഓൾറെഡി എല്ലാവർക്കും ഒരു മാനസിക രോഗമുണ്ട്. മനുഷ്യൻ സ്വാർത്ഥരാണ്. ഇത് സത്യവും കള്ളവും ഉണ്ടെങ്കിൽ മാത്രമേ ലോകം നിൽക്കുകയുള്ളൂ. ലോകം സത്യത്തിന്റെ കള്ളത്തിന്റെയാണ്. സത്യം മാത്രത്തിൽ ലോകം നിൽക്കില്ല. പൊതുസ്ഥലത്തല്ല, എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വീട്ടിലെ ടി വി താങ്കൾ അടിച്ചു പൊട്ടിക്കും. കഴിഞ്ഞ ദിവസം മുമ്പ് ഏഷ്യൻറ്റ് മൂവീസിൽ ദിലീപിന്റെ പടം ഉണ്ടായിരുന്നു. താങ്കളുടെ ഈ പറഞ്ഞ ആൾക്കാർ ടി വി അടിച്ചു പൊട്ടിക്കാൻ ഈ ഫോൺ ഞാൻ തുറക്കുമ്പോൾ ദിലീപേട്ടന്റെ മോഹം കണ്ടാൽ അപ്പൊ തന്നെ ഈ ഫോൺ അടിച്ചു പൊട്ടിക്കാൻ തയ്യാറാവുമോ? അപ്പം സ്വന്തമായിട്ട് നഷ്ടം സഹിക്കാൻ വയ്യ, ലാഭത്തെ നഷ്ടപ്പെടുത്തും. ന്യായമുള്ള കാര്യമല്ല. നിങ്ങൾ അപ്പീൽ ഞാൻ ഒരിക്കലും അതിജീവിതക്കെതിരല്ല കേട്ടോ. അതിജീവിത എന്റെ സഹോദരിയാണ്. പക്ഷേ നിങ്ങൾ തെളിയിക്കണം. പക്ഷെ ദിലീപ് കുറ്റക്കാരനല്ലാന്ന് കോടതി വിധിച്ച സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ ജിഷാമടക്കേസിലെ പ്രതി നിരപരാധിയല്ലേ? കോടതി പറയാൻ പാടില്ലേ നിരപരാധിയാണ്. കോടതിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. പോലീസ്, കോടതി, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കോടതി തെളിയിച്ചാൽ അപ്പൊ ഈ വന്ന സ്ത്രീകളെല്ലാം സ്ത്രീകളല്ലേ? അല്ല, ഈ വന്ന സ്ത്രീകൾ വന്നിട്ടുണ്ട്. KSRTC-യില് ദിലീപിന്റെ പടം പ്രദർശിപ്പിച്ചതിൽ ഒരു ചേച്ചി പ്രതികരിച്ചു. ഞാൻ ചോദിക്കട്ടെ, അവരുടെ വീട്ടിൽ ഒരു സിനിമ TV-യിൽ ഒരു പിള്ളേർ കാണുന്നു, കണ്ടോണ്ടിരിക്കുന്ന TV ഇവർ അടിച്ചുട്ടിക്കും. അല്ല, ഒരിക്കലും ഞാൻ ഇനി ഡിഷ് റീചാർജ് ചെയ്യില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? നിങ്ങൾ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന അങ്ങനെ അതിന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? മൊബൈൽ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കൊടുക്കുമോ? അങ്ങനൊന്നും ചെയ്യില്ല. നഷ്ടങ്ങൾ ആരും സഹിക്കില്ല. സത്യവും കള്ളമാണ് ലോകം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ പറയാണ്. ഞാൻ മാധ്യമങ്ങൾ, ഞാൻ ഒളിച്ചു പറയുന്ന ആളല്ല. ഞാൻ മാധ്യമത്തിന്റെ മുമ്പിൽ പറയാണ്, ദിലീപ് കുറ്റക്കാരനാണെന്ന് എപ്പോൾ തെളിയിക്കുന്നോ അന്ന് ഞാൻ ദിലീപിനെതിരെ, നിങ്ങളുടെ മുമ്പിൽ വന്ന് ദിലീപിനെതിരെ അറഞ്ചം പറഞ്ഞ് ഞാൻ ആക്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. പക്ഷെ അതുവരെ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തൊന്ന് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ സത്യസന്ധനാണോ? നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തണ്ടേ? അല്ല, നമ്മൾ നമ്മുടേതായ സ്വാർത്ഥതയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യില്ലേ? ആ തെറ്റ് നമ്മൾ വേറൊരാളിലേക്ക് വേറൊരാളെ നമ്മൾ തെറ്റുകാരാണ്. നമ്മൾ തെറ്റുകാരനല്ലേ? സത്യവും എല്ലാം, ധർമ്മം എല്ലാം വേണം, എങ്കിലാണ് ലോകം നിൽക്കുള്ളൂ. കള്ളവും വേണം, സത്യവും വേണം. ഇല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറയട്ടെ, ദിലീപേട്ടനെ കൊണ്ട് എത്ര പേര് അരി മേടിക്കുന്നു? നമുക്കത് മുടക്കാൻ പറ്റും. ദിലീപ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും മാറാൻ പറ്റും? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. എല്ലാവരും അവരവരുടേതായ സ്വാർത്ഥതയിൽ കിടക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാർ പെണ്ണു പിടിക്കാത്ത പുരുഷന്മാരുണ്ടോ? ഉണ്ടോ? ബൈബിളിൽ, അതായത് ക്രിസ്ത്യൻ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? 10 കൽപ്പനയിൽ ഒരു കൽപ്പന എന്താണ്? അന്യവൻ്റെ ഭാര്യയെ നമ്മൾ നോക്കാനോ സ്പർശിക്കാനോ പാടില്ല. ഇവിടെ എത്ര പുരുഷന്മാർ അന്യവൻ്റെ ഭാര്യയെ കണ്ട് ആസ്വദിച്ച് നടക്കണല്ലേ? അത് തെറ്റല്ലേ? അപ്പം നമ്മൾ തെറ്റുകാരല്ലേ ലോകത്ത്? ആണോ? അപ്പം നമ്മൾ എന്തിനാണ് വേറൊരാളുടെ മുകളിൽ കുറ്റം അടിച്ചേൽപ്പിക്കുന്നത്? എന്തിനാണ്? തെളിയിക്കട്ടെ, കോടതി തെളിയിക്കണം. കോടതിയാണ് നമ്മളുടെ ഏറ്റവും വലിയ നീതി പീഠം എന്ന് പറയുന്നത്. കോടതിയാണ്. ജനങ്ങളുടെ മനസ്സിൽ ജനപ്രിയ നായകൻ തന്നെ, അതങ്ങനെ തന്നെ നിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ നമ്മുടെ ജനപ്രിയ നായകന് മുകളിലാണ് ലാലേട്ടൻ. നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? തള്ളി പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാമല്ലോ. അയാൾ ഒരു തെറ്റുകാരനാണ്, നമുക്ക് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാരനാണ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ദയവ് ചെയ്ത് ആ ദിലീപേട്ടൻ്റെ മണ്ണെണ്ണയും പഞ്ചസാര, റേഷനരി എല്ലാം കട്ട് ചെയ്യുക.
അയാൾ ഒരിക്കലും ജീവിക്കാൻ അയാൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ടി വി എല്ലാവരും ചെല്ലുക, പ്രതിഷേധമുള്ളവരെല്ലാം ചെല്ലുക, ഫോൺ എടുത്ത് പിടിക്കുക, ടി വി അടിച്ച് പൊളിക്കുക, ഫോൺ തള്ളി പൊളിക്കുക, KSRTC ഇനി കയറാതിരിക്കുക. കാരണം ദിലീപിൻ്റെ പടം പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ KSRTC കയറുന്നില്ല എന്ന് സ്ത്രീകൾ പറയുക. അതൊന്നും നടപടിയാവുന്ന കേസല്ല. ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ എൻജോയ് ചെയ്യാം. ഇതൊരു